ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. പാൽക്കപ്പ ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കിലോ കപ്പയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ആദ്യം നമുക്കിതൊന്ന് ഉപ്പിട്ട് വേവിച്ചെടുക്കണം. ഇനി നമുക്ക് കപ്പയിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് കപ്പ മൂടി നിൽക്കുന്നവരെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കപ്പയുടെ മുകളിൽ നിൽക്കുന്ന വരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. കപ്പ നന്നായി ഉടഞ്ഞു വരുന്നവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കപ്പയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളമെല്ലാം ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഈ കപ്പയെല്ലാം ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ ഞാൻ കപ്പയെല്ലാം നന്നായി ഉടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു 5 ചുവന്നുള്ളി ചതച്ചതും 2 പച്ചമുളക് ചതച്ചതും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകെല്ലാം എരിവിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇത് നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് 2 എണ്ണമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. നമുക്കിപ്പോൾ എടുത്തു വെച്ച 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് മൂടി വെച്ചൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം പച്ചമുളകും വേപ്പിലയും ഉള്ളിയെല്ലാം കൂടി ഫ്ലേവറെല്ലാം കൊള്ളിയിൽ പിടിച്ച് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് 1ാം പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അധികം തിളച്ച് കുറുകി വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ അതിലിരുന്ന് തനിയെ കട്ട് ആയിക്കോളും. ഇപ്പോൾ 1ാം പാൽ ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്, അതിട്ട് കൊടുക്കാം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നവരെ നമ്മളൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചുവന്നുള്ളി എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും 2 ഉണക്കമുളക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മൊരിഞ്ഞ് വരണം. ഇപ്പോൾ എല്ലാം കൂടെ നല്ല ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് കപ്പയിലേക്ക് ഇട്ട് താളിച്ചെടുക്കാം. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ പാൽക്കപ്പ ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇത് ചിക്കൻ കറിയുടെ കൂടെയും ഫിഷ് കറിയുടെ കൂടെയും എല്ലാം നല്ല ടേസ്റ്റാണ്. ഇനി വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈവനിങ് സ്നാക്സായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്